ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് തൊട്ട് നമുക്ക് സയാന് സ്കൂൾ സ്റ്റാർട്ട് ആവാണ് കേട്ടോ. അപ്പം ഇന്ന് സ്കൂൾ തുറക്കണ ദിവസമാണ്. അപ്പൊ മദ്രസ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ 7:30 മദ്രസ ഉണ്ട്. അപ്പം രാവിലെ കുറച്ച് നേരത്തെ നീറ്റിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. യൂണിഫോം ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ സ്കൂൾ മദ്രസക്ക് പറഞ്ഞയക്കണത്. എന്നാ പിന്നെ വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ പിന്നെ എന്താള് ഭയങ്കര സന്തോഷത്തിലാണ്. കുറേ ദിവസമായി എന്നാ സ്കൂൾ തുറക്കാന്ന് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരാഴ്ച ഉണ്ടാവുള്ളൂ, എന്നാലും കുറച്ച് ദിവസം ഇങ്ങനെ എന്തായാലും മടിയാവും കേട്ടോ. അപ്പൊ കുറേ ദിവസം ഇങ്ങനെ ഞാൻ ലീവ് കിട്ടുമെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് സമ്മതമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് എഴുതാൻ ബാക്കി ഉണ്ടായിരുന്നു. ഇന്നലെ ഉറക്കം വന്നിട്ട് വേഗം ഉറങ്ങി. പിന്നെ ഇന്ന് മദ്രസ സ്കൂളുള്ളതുകൊണ്ട് ഇന്നലെ നേരത്തെ ഉറക്കിട്ടോ. അപ്പൊ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ളതും വായിക്കാനുള്ളതൊക്കെ ചെയ്യാം. അപ്പം രാവിലെ ആയതുകൊണ്ട് മൈൻഡിൽ ഒന്നും കൂടെ കയറും എന്നാണ് എന്റെ ഒരു ഇത്. അപ്പൊ ഒരു 2 ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനുണ്ട്. ഡെയിലി മദ്രസക്ക് എഴുതാനുണ്ടാവും. ഇനിയിപ്പോ സ്കൂളും തുടങ്ങിയില്ല, ഇനി സ്കൂളിലേക്കും ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്താ പറയാ, കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയാ ബുദ്ധിമുട്ടാണ്. ഭയങ്കര എഴുത്ത് മാത്രം കേട്ടോ കാര്യമായിട്ട് നടക്കുള്ളൂ. സ്കൂളൊക്കെ തുറന്നാൽ കുറേ എഴുതാനുണ്ടാവും. ഓനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടി എന്ന് പറയുന്നത് ഈ എഴുതുന്നതാണ്. വായിക്കണതും പറയണതും പഠിക്കണതൊക്കെ പിന്നെയും ഓക്കെയാണ്. എഴുതുക എന്നുള്ളത് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പൊ എല്ലാം സെറ്റ് ചെയ്തിട്ട് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികളൊക്കെ പോവാണ് കേട്ടോ. പെൺകുട്ടികൾക്ക് വെറുതെ ആയതുകൊണ്ട് അവർക്ക് യൂണിഫോം ഒന്നും ഇട്ട് പോകാൻ പറ്റില്ല. പിന്നെ മിഡിയും ഷർട്ടും ഒക്കെയാണ്. അപ്പം അതൊന്നും ഇട്ടിട്ട് മദ്രസക്ക് പോകാൻ പറ്റില്ല. അപ്പം ചെക്കന്മാർക്ക് പിന്നെ ഷർട്ടും പാൻറ്റൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പെൺകുട്ടികൾക്കാണ് എപ്പോഴും ഡ്രസ്സിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വരിക. അപ്പൊ രാവിലെ ഉണ്ടാക്കുന്നത് റവ ഉപ്പുമാവാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചട്ടിയിലേക്ക് നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇങ്ങനെ ഉരുകി ഇങ്ങനെ ഊണാണ് നല്ല രസം കേട്ടോ. അപ്പം കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കടുക് പൊട്ടിച്ച് പരിപ്പിട്ട് ഉഴുന്നിട്ടു. പിന്നെ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആണ് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. നെയ്യ് മുഴുവനായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാൻ, ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി, ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി കേട്ടോ, രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞ് കരിയരുത്. പിന്നെ ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഇട്ടതുകൊണ്ട് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ചെറിയൊരു എരിവ് ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതും ഏകദേശം ആടി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഇടേണ്ടത്. പക്ഷെ ഞാൻ അണ്ടിപ്പരിപ്പ് ഇടാൻ മറന്നുകൊണ്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും അണ്ടിപ്പരിപ്പ് നമ്മുടെ ഈ പരിപ്പ് മുഴുവനൊക്കെ ഇടുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം. അപ്പോഴേ നന്നായിട്ട് ഫ്രൈ ആയി വരുള്ളൂ. ഇതിപ്പോൾ വെന്ത് പോവും കേട്ടോ ചെയ്യാൻ, അങ്ങനെ ഫ്രൈ ആയി കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് എറിഞ്ഞത്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മൾ ക്യാരറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. കഷ്ണാക്കി ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പെറുക്കി എറിയും അപ്പുറത്തെ തൊടുകൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് ഉപ്പുമാവിൽ അലിഞ്ഞ് ചേർന്ന് കിടന്നോളൂ. അപ്പോൾ പിന്നെ പെറുക്കി എടുത്ത് എറിയാൻ പറ്റില്ല, കഴിക്കാണ്ട് വേറെ നിവർത്തിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാതെ അവൾ ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് റവ കുറച്ച് വറുത്തെടുക്കാം കേട്ടോ. റവ വറുത്തതും വാങ്ങാൻ കിട്ടും, വറക്കാത്തതും വാങ്ങാൻ കിട്ടും. അപ്പോൾ രണ്ടാണെങ്കിലും ഒന്നും കൂടെ വറുത്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് കരിയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് വറുത്ത് കിട്ടും, വറവായി കിട്ടും റവ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ വാടി വന്നപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. 1 കപ്പ് റവക്ക് 1.25 കപ്പ് അളവ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ചുകൂടെ നെയ്യും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് തന്നു കഴിഞ്ഞാൽ നമ്മുടെ റവ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇട്ടുകൊണ്ടിരിക്കും വേണം, ഇളക്കിക്കൊണ്ടിരിക്കുക വേണം. അപ്പോൾ അത് ഏകദേശം ഇവിടെ സെറ്റായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കുക. റവ വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയത്തിന് ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഏകദേശം ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അടച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തില്ല എന്നുള്ള ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അതും കൂടി ഇട്ട് കൊടുക്കാന്ന് എഴുതിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് വേണ്ട ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. ചൂടോടെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടയായിട്ട് ഇരിക്കൂട്ടോ ചൂടാറി കഴിഞ്ഞാൽ. അപ്പോൾ ചൂടോടെ തന്നെ 5 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയൊക്കെ നുടച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിന്റെ അളവ് കറക്റ്റാണ്. നമുക്കൊന്നും കൂടെ കുഴഞ്ഞു മറിഞ്ഞിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, സാധാരണ ഞാനിവിടെ ഉപ്പുമാവ് ഇങ്ങനെ അല്ലട്ട് ഉണ്ടാക്കാറ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ഇതാണ് ഇഷ്ടം. അപ്പം പിന്നെ ഈ ഒരു റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാം. നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുകൊണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെക്കൻ മദ്രസ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഗ്രൂപ്പിൽ രാവിലെ കേട്ടോ കണ്ടത്, ഇല വരച്ചിട്ട് കളർ കൊടുത്തിട്ട് പേരൊക്കെ എഴുതിക്കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ചെയ്ത് വെക്കാറുന്നു. ഇപ്പോൾ രാവിലെ മദ്രസ വിട്ടതിന് ശേഷം സ്കൂളിലേക്ക് പോകുന്ന ഒരു തിരക്കിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇലയ്ക്ക് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. കളർ കൊടുക്കലും എഴുതലൊക്കെ ഓൺ ചെയ്യും കേട്ടോ.
എല്ലാതും ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഓന്റെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടും അങ്ങനെ വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും സംസാരിക്കുന്നതും ചിത്രം വരക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു തരുന്നേ ഉള്ളൂ. വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിത്രം വരക്കും കേട്ടോ. പക്ഷെ ഓൻ എന്ത് ചെയ്യാതിരുന്നാലും നമ്മൾ ചെറിയ ചെക്കന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെടുക്കും. പക്ഷെ സയാനാണെങ്കിൽ ഓന്റെ സാധനങ്ങളൊന്നും എടുക്കണ ഇഷ്ടമല്ല. അതിന്റെ ഇടയിൽ അടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തല്ലാണ്. വളർന്നു വരുന്നവർ വികൃതി അധികമായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ രാവിലത്തെ എഴുത്തും കുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഉച്ചവരെ ക്ലാസ്സുള്ളൂ, അതുകൊണ്ട് ഉച്ചയ്ക്ക് വരെ ഫുഡൊന്നും കൊണ്ടുപോകണ്ട. എന്നാലും സ്കൂളിൽ ഫുഡ് ഉണ്ട് കേട്ടോ. പക്ഷെ അവിടുന്ന് കഴിക്കില്ല. ഓനക്ക് അവിടുത്തെ ഫുഡൊന്നും ഇഷ്ടമല്ല. അപ്പം സയാനും അതാ സ്കൂളിൽ പോകുമ്പോൾ ഇസുവിന് ഭയങ്കര സങ്കടം. സയാൻ മാത്രമല്ല എല്ലാവരും പോകട്ടോ സ്കൂളിലേക്ക്. നമ്മുടെ മുത്തച്ഛന്മാരെ കുട്ടികളൊക്കെ പോകും. അപ്പൊ ഓനക്ക് പിന്നെ അംഗനവാടിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും പോവില്ല. അങ്ങനെ ഓരോരുത്തർ സ്കൂളിലൊക്കെ പോവുകയാണ്. യൂണിഫോം കിട്ടാത്തവരൊക്കെ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകണം. അമ്മ കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ മക്കളും പോയായിരുന്നു. എല്ലാവരും വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇന്ന് അർഷാക്കിന്റെ കൂടെയാണ് സയാൻ പോയത്. നാളെ മുതൽ ഓട്ടോയിലാവും കേട്ടോ. അപ്പം ഇപ്രാവശ്യം എന്തായാലും വണ്ടിയിലാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. കൂടെയുള്ള വലിയ കുട്ടികളൊക്കെ ഹൈസ്കൂളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഓൻ ഒറ്റയ്ക്ക് വിടാനൊരു പേടി. അർഷാക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേനും സയാന സ്കൂളിൽ നിന്ന് നോഷക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. കാക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടാവുകൊണ്ട് കൊണ്ടുവരാനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് കൊണ്ടുവരാനും നാളെ കിട്ടൂല കേട്ടോ. അതാണ് ഒന്നാമത് ഞാൻ വണ്ടിയിലാക്കാൻ കാരണം. പിന്നെ മഴയൊക്കെ അല്ലേ. അപ്പൊ മഴയത്താവുമ്പോൾ ഇങ്ങനെ പോക്കും വരവൊക്കെ പ്രശ്നമാണ്. പിന്നെ നമ്മൾ സ്കൂളിൽ പോണ വഴി ഒരു കോറിയും ഒക്കെ ഉണ്ട്. ഒരു ഇടവഴി കൂടെ ഒക്കെയാണ് ഇവിടെ യാത്ര. അപ്പം വീട്ടിലിരിക്കണം നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം എന്തായാലും ഓട്ടോയിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഓനക്ക് നടന്നു പോകണം ഇഷ്ടം കുട്ടികളെ പിന്നാലെ. അങ്ങനെ ഓന്റെ ഒരു ഇഷ്ടം നോക്കുമ്പോൾ എനിക്ക് വിചാരിക്കും ഞാൻ നടത്തി പറഞ്ഞേക്കാന്ന്. പിന്നെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് പിന്നെയും ഞാൻ വേണ്ട വണ്ടി മതി വിചാരിക്കും കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ തിരക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ വൈകുന്നേരം ഒരു സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം അവലൊന്ന് അളന്നെടുക്കാം കേട്ടോ. അവല് അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഏകദേശം ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അളന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1.25 കപ്പ് അവലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവല് നനച്ചത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവല് നനക്കാനുള്ള പരിപാടിയാണ്. ഇത് മട്ട അവലാണ്. വേണമെങ്കിൽ വെള്ള അവലും എടുക്കാട്ടെ. ഏത് അവലാണെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ അവല് അളന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും ശർക്കരയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. 3 അച്ചൊക്കെ കറക്റ്റ് ആവട്ടെ. ഒരു 4 എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മധുരം അധികമായി. പിന്നെ 2-3 ഏലക്ക പിച്ചിച്ചീൻ്റെ എടുത്തിട്ടുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് കല്ലിലിട്ട് പൊടിക്കാം. എനിക്കിപ്പോൾ അതിനുള്ളൊരു എന്താ പറയുക മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിച്ചി പറിച്ചിട്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് തേങ്ങയത്തെ വെള്ളം നമ്മുടെ ശർക്കരയത്തെ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അവല് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമ്മളത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ ഒരു ഭയങ്കര പ്രശ്നമായിരിക്കും. പല്ലിന് ചവച്ചുകൊണ്ടിരിക്കണം. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കയ്യിൽ പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു ചൂടുള്ള പാലാണ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് വെച്ചാണ്. നമുക്ക് വേണമെങ്കിൽ പച്ചപ്പാലോ അല്ലെങ്കിൽ പച്ചപ്പാൽ മീൻസ് പാക്കറ്റ് പാലാണെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന പാലൊക്കെ ആണെങ്കിൽ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം റൂം ടെമ്പറേച്ചറുള്ള പാലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ജസ്റ്റ് ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി. ഇനി പാൽ തന്നെ വേണമെന്നൊന്നുമില്ല, വെള്ളം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നനയാൻ വേണ്ടിയിട്ട് പാലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് കൈവച്ച് നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴക്കുക. അപ്പോഴേ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അർഷാക്കൂനുള്ള കുറച്ച് മാറ്റിയേക്കാം കേട്ടോ. അർഷാക്ക് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ ഒരു ചായ കുടിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ആ സമയത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ രാത്രി ഒന്നും കഴിക്കൊന്നുമില്ലല്ലോ. അപ്പം ആൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ എന്നുള്ളൊരു സംഭവത്തിൽ എന്നെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ ചൂറ്റുപാത്രത്തിലാക്കി വെക്കണം. എന്താ വെച്ചാൽ കുട്ടികളുണ്ട് വെച്ചാൽ പഠിച്ചു മാറ്റും. അങ്ങനെ നമ്മൾ ചെക്കൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങിയിരുന്നു. വൈകുന്നേരത്ത് പിന്നെ ഉറക്കം കഴിഞ്ഞാലാട്ടോ നമ്മൾ ചാവടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ.